ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ഗൾഫ് മേഖലയിലുടനീളം ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്ക വ്യക്തമാക്കി ഇന്ത്യ. അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. വ്രതശുദ്ധിയുടെ നാളുകൾ പിന്നിട്ട് സംസ്ഥാനത്തെ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. കുരുവികളെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക കുരുവി ദിനം. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ രാമകൃഷ്ണ മിഷൻ സേവാശ്രമ ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച നന്ദ്കിഷോർ സോമാനി ഓങ്കോളജി ബ്ലോക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഉത്തർപ്രദേശിലെത്തിയ രാഷ്ട്രപതി ഇന്നലെ വൈകുന്നേരം ഇസ്കോൺ ക്ഷേത്രവും പ്രേം മന്ദിറും സന്ദർശിച്ചിരുന്നു. ഗൾഫ് മേഖലയിലുടനീളം ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്ക വ്യക്തമാക്കി ഇന്ത്യ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചു. ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി മേഖലയിലെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. ഖത്തർ ജനതയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈദ് ആശംസകൾ നേർന്നു. വ്രതശുദ്ധിയുടെ നാളുകൾ പിന്നിട്ട് സംസ്ഥാനത്തെ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ ഈദ് നമസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും നിരവധി വിശ്വാസികളാണ് ഒത്തുചേർന്നത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ പാളയം ഇമാം VP സുഹൈബ് മൌലവിയാണ് നേതൃത്വം നൽകിയത്. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിന് P മുജീബ് റഹ്മാൻ നേതൃത്വം നൽകി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ വിശ്വാസികൾ ഹൃദയപൂർവ്വം ചെറിയ പെരുന്നാളിനെ വരവേൽക്കുകയാണ്. ഈദുൽ ഫിത്തറിന്റെ ആഹ്ലാദത്തിലേക്ക് വിശ്വാസികളുടെ വീടുകളും കവലകളും കടന്നു കഴിഞ്ഞു. ആഹ്ലാദാരവങ്ങളിലേക്ക് നാട് വഴിമാറുമ്പോൾ പള്ളികൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമായി. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഊർജം കൈമുതലാക്കി കൂടുതൽ പ്രാർത്ഥനാ നിരതരാവുകയാണ് വിശ്വാസി സമൂഹം. പുതുപുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും പരസ്പരം പുണർന്നും പുതിയ സുദിനത്തെ സ്വാഗതം ചെയ്യുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ നിറയുന്നത് പ്രതീക്ഷയുടെ പൊൻതിളക്കമാണ്. ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് പെരുന്നാൾ. സംഘർഷ പശ്ചാത്തലത്തിൽ ഗൾഫിൽ ഈദ്ഗാഹിനും പൊതുസ്ഥലത്തെ ഒത്തുചേരലിനും വിലക്കുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നാളെയാണ് ഈദുൽ ഫിത്തർ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുന്നു. കോൺഗ്രസ് 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതോടെ മത്സരചിത്രം വ്യക്തമായിട്ടുണ്ട്. MP-മാർ മത്സരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാടെടുത്തതോടെ K സുധാകരനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. UDF, LDF, NDA സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്തുടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ അഡ്വക്കേറ്റ് TO മോഹനനും മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരിയും കല്യാശ്ശേരിയിൽ രാജീവൻ കപ്പച്ചേരിയും മത്സരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് ശേഷമാണ് കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കും. NDA സ്ഥാനാർത്ഥികളായി ധർമ്മടത്ത് K രഞ്ജിത്തും തലശ്ശേരിയിൽ O നിതീഷും മട്ടന്നൂരിൽ ബിജു ഏളക്കുഴിയും കല്യാശ്ശേരിയിൽ AV സുനിൽകുമാർ, കൂത്തുപറമ്പ് G ഷിജിലാൽ എന്നിവരും മത്സരിക്കുന്നുണ്ട്. പേരാവൂരിൽ UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന്റെ റോഡ് ഷോ നടന്നു. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി KK വിനോദ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം സദാനന്ദ് ഷേട്ട് തനേവാദ് MP നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കർണാടക അതിർത്തിയിൽ പരിശോധന കർശനമാക്കി. ഇലക്ഷൻ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന തുടങ്ങിയത്. ലഹരി വസ്തുക്കൾ, കള്ളപ്പണം, ആയുധം, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കടത്ത് തടയുന്നതിനാണ് പരിശോധന. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ അവധി ദിവസങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24-നാണ് സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12Dയിൽ ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ അപേക്ഷ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ സമയം. ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI-NET മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. മെച്ചപ്പെട്ട ദന്താരോഗ്യ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ലോക വദനാരോഗ്യ ദിനത്തോട് അനുബന്ധിച്ച് സമൂഹമാധ്യമത്തിലൂടെ നൽകിയ സന്ദേശത്തിൽ ഇത്തരം ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വദന ശുചിത്വം, ദന്താരോഗ്യം എന്നിവ സംബന്ധിച്ച് അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് മാർച്ച് 20 ലോക വദന ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി. മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. പ്രഭവ കേന്ദ്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവൈലൻസ് സോണിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ടയും ഇറച്ചിയും കാഷ്ടവും മറ്റു ഉൽപ്പന്നങ്ങളും വിൽക്കുന്നത് മാർച്ച് 19 മുതൽ ഒരാഴ്ചത്തേക്ക് നിരോധിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മുഹമ്മയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ കള്ളിംഗ് ജോലികൾ നാളെ നടക്കും. 3 മാസത്തേക്ക് ഇവിടെ പക്ഷികളെ വളർത്തുന്നതിനും നിരോധനമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ദാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. കുരുവികളെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക കുരുവി ദിനം ആചരിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ചെറിയ കുരുവികൾക്ക് പ്രധാന പങ്കുണ്ട്. ചെറുതാണെങ്കിലും ആവാസ വ്യവസ്ഥയിൽ വളരെ പ്രാധാന്യമുള്ള ഈ പക്ഷികളുടെ എണ്ണം ഇപ്പോൾ ദിനംപ്രതി കുറഞ്ഞുവരുന്നു. വംശനാശത്തിലേക്ക് അടുക്കുന്ന കുരുവികളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാ വർഷവും മാർച്ച് 20-ന് ലോക കുരുവി ദിനമായി ആഘോഷിക്കുന്നത്. വെല്ലുവിളികൾക്കിടയിൽ അവയെ സംരക്ഷിക്കേണ്ടതിന്റെയും ഭൂമിയെ നിലനിർത്തേണ്ടതിന്റെയും ആവശ്യകത ഈ ദിനം വിളിച്ചോതുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. പോളണ്ടിൽ നടന്ന ലോക അത്ലറ്റിക്സ് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയം കോംപ്ലക്സ് ആയിരിക്കും പ്രധാന വേദി. ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് പോളണ്ടിൽ തുടക്കമാകും. കരസേനയിലേക്ക് അഗ്നിവീർ തെരഞ്ഞെടുപ്പിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ 1-ന് അവസാനിക്കും. കേരളത്തിലെ 7 തെക്കൻ ജില്ലകളിലെ അവിവാഹിതരായ പുരുഷന്മാർക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. 2026 ജൂൺ 1 മുതൽ 15 വരെ ആയിരിക്കും ഓൺലൈൻ പരീക്ഷ. ഡൽഹിയിൽ കനത്ത മഴയും ഇടിമിന്നലും പ്രതീക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ യാത്രാ നിർദ്ദേശം പുറത്തിറക്കി ഇൻഡിഗോ എയർലൈൻസ്. വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിക്കും മുൻപായി ഏറ്റവും പുതിയ അറിയിപ്പുകൾ പരിശോധിക്കണം. മോശം കാലാവസ്ഥയാണെങ്കിൽ വിമാന സർവീസുകൾ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇൻഡിഗോ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗൾഫ് മേഖലയിലുടനീളം ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്ക വ്യക്തമാക്കി ഇന്ത്യ. അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. വ്രതശുദ്ധിയുടെ നാളുകൾ പിന്നിട്ട് സംസ്ഥാനത്തെ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. കുരുവികളെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക കുരുവി ദിനം. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.